ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണമുണ്ടാക്കുമ്പോ നിങ്ങൾ അവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല, അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല, അവളെ അല്ലാഹുവേ കരയിപ്പിക്കലല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ അല്ലാഹുവേ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ. പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, അരി കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണം ചെറുപ്പക്കാരോ. ഒരു നാണക്കേടും കരുതണ്ട. ഇതാരാ പറഞ്ഞതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ മാവ് കുടച്ചുകൊണ്ടിരിക്കുകയാണ്, മാവ് കുടച്ചുകൊണ്ടിരിക്കുകയാ. ആ കുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷാ ബീവി ഇരുന്ന് ഉറങ്ങിപ്പോയി, ആയിഷാ ബീവി ഇരുന്ന് ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷാ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവേ മാവ് കുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറങ്ങിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. അതാ മാവെടുക്കുകയാണ്. ആ കുടച്ചു വെച്ചിരിക്കുന്ന മാവ് ശബ്ദമുണ്ടാക്കാതെ എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകന് ശബ്ദമുണ്ടാക്കാതെ മാറി ചെന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് കുടയ്ക്കുകയാ. എന്നിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണമുണ്ടാക്കി, അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഭക്ഷണമുണ്ടാക്കി. എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടുന്ന് പതുക്കെ വിളിക്കുന്നു, ആയിഷാ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക ആയിഷാ. അല്ലാഹുവേ ആയിഷാ ബീബി ചാടി എഴുന്നേൽക്കുകയാ. നോക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ ഭർത്താവ് ആരായിരുന്നെന്നറിയോ? ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എന്റെ വീട് തൂത്തു തരുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകി തരുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, വീട്ടിലെ പാത്രങ്ങൾ കഴുകുമായിരുന്നു. അല്ലാഹുവേ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ